ദൈവസാന്നിധ്യത്തെ കൊതിക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ആവലോടെ നടക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ എനിക്കറിയാം. എങ്ങനെയെങ്കിലും ദൈവസാന്നിധ്യത്തിനകത്ത് നിറയണം. അത് മുട്ടോളമല്ല, അരയോളമല്ല, നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത ഒരാത്മനദിയിലേക്ക് കയറി ചെല്ലണമെന്ന് കൊതിക്കുന്ന, ആഗ്രഹിക്കുന്ന ആളുകളെ എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന് രാവിലെ നമുക്ക് ചിന്തിക്കാം, എങ്ങനെ ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് അടുത്ത് ചെല്ലാൻ കഴിയും. ദൈവസാന്നിധ്യം നമുക്ക് പ്രാപിക്കണമെങ്കിൽ നാം എവിടെയാണ് ചെല്ലേണ്ടത്? എന്താണ് ദൈവത്തിന്റെ കൃപ? ഈ വിഷയത്തെ ആധാരമാക്കിയുള്ള സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ ഏറെ ബലം നൽകും എന്നെനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ശ്രദ്ധിക്കുക. ദൈവ സാന്നിധ്യത്തിന്റെ മറവിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ നിങ്ങൾ എന്ത് ചെയ്യണം? ആധാരമായി ഒരു വാക്യം ഞാൻ നിങ്ങൾക്ക് തരാം. എബ്രായലേഖനം 4-ാം അധ്യായമാണ്, അതിന്റെ 16-ാമത്തെ വാക്യം. വാക്യം ഇങ്ങനെയാണ്: അതുകൊണ്ട് കരുണ ലഭിപ്പാനും തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. അടുത്ത് ചെല്ലുക. എവിടെയാ നമ്മൾ ചെല്ലേണ്ടത്? കൃപാസനത്തോളം അടുത്ത് ചെല്ലണം. എന്താണ് കൃപാസനം? പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകം 25 അധ്യായം 21, 22 ഭാഗങ്ങൾ, ആ വാക്യങ്ങൾ വായിക്കുമ്പോൾ കൃപാസനത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ദൈവത്തിന് ഇറങ്ങി വരുവാനുള്ള സ്ഥലം. ദൈവത്തിന് ഇറങ്ങി വന്ന് തൻ്റെ ജനത്തോട്, പുരോഹിതന്മാരോട് സംസാരിക്കാനുള്ള ഒരു സ്ഥലമാണ് കൃപാസനം. ഒരു പുതിയ നിയമ വിശ്വാസിയോട് സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, പഴയ നിയമ വിശ്വാസികൾ കൃപാസനത്തിൽ നിന്നും ദൈവശബ്ദം കേട്ടതുപോലെ നാമും കൃപാസനത്തോളം അടുത്ത് ചെല്ലുവാൻ ഇടയാകണം. കൃപാസനത്തോളം അടുത്ത് ചെന്നാൽ നമുക്ക് വേണ്ട വിടുതൽ അവിടെ കിടപ്പുണ്ട്. കൃപാസനത്തിൽ നമുക്കുള്ള പ്രതീക്ഷയും പ്രത്യാശയും കിടപ്പുണ്ട്. കൃപാസനത്തോളം അടുത്തു വന്നാലുള്ള അനുഗ്രഹങ്ങൾ അവിടെ കിടപ്പുണ്ട്. വായിച്ച എബ്രായലേഖനം 4-ാം അധ്യായം 16-ാം വാക്യത്തിൽ തന്നെ കൃപാസനത്തോളം അടുത്ത് ചെന്നാലുള്ള അനുഗ്രഹത്തെക്കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അവിടെ കരുണ ലഭിക്കും, കരുണയുണ്ടാകും. ഈ ഭൂമിയിൽ നമ്മോട് കരുണ കാണിക്കാൻ പലരും മാറി നിൽക്കുകയാണ്. കരുണ കാണിക്കേണ്ടവര് പോലും കരുണ കാണിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നൊന്തു പ്രസവിച്ച അമ്മ തൻ്റെ കുഞ്ഞിനെ മറ്റു പല കാരണങ്ങൾ കൊണ്ടും അവരെ കൊന്നുകളയാൻ തയ്യാറാകുന്നു. പ്രസവിച്ച തൻ്റെ കുഞ്ഞിനെ വലിച്ചെറിയുന്നു, ജനാല വഴി പുറത്തേക്ക് കളയുന്നു. പ്രസവിച്ച ഉടനെ കുഞ്ഞിനെ എടുത്ത് പുറത്ത് കളയുന്നു. അമ്മ തൊട്ടിലുകളിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കുന്നു, വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോകുന്നു. ഭാര്യ ഭർത്താവുമായുള്ള ബന്ധത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഭർത്താവിനെ കൊട്ടേഷൻ വെച്ച് കൊന്നുകളയാൻ ഭാര്യ തയ്യാറാകുന്നു. അതുപോലെ തന്നെ ജ്യൂസിനകത്തും ആഹാരത്തിനകത്തും വിഷം കലർത്തി കാമുകനെയും ഭർത്താവിനെയും കൊല്ലുവാൻ നോക്കുന്ന ഒരു സമൂഹം. ഒന്നും അറിയാതെ, എട്ടും പുട്ടും അറിയാതെ കൊച്ചു പ്രായത്തിൽ വിവാഹം കഴിച്ച് ഒരുവന്റെ കൂടെ ഇറങ്ങിത്തിരിച്ച ആ സാധു പെൺകുട്ടിയെ മുടിക്കുത്തിന് പിടിച്ച് അടിവയറ്റി തൊഴിച്ച് നോക്കിക്ക് തകർത്ത് കളയാൻ നോക്കുന്ന ക്രൂരനായ ഭർത്താവ്. ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ. ജന്മം തന്ന അപ്പനെയും അമ്മയെയും വഴിയിൽ ഉപേക്ഷിക്കുന്നു, ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ട് കളയുന്നു, പിന്നെ തിരിഞ്ഞു നോക്കാതെ അവരുടെ വഴിക്ക് പോകുന്നു. കരുണയില്ലാത്തൊരു ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. മക്കൾക്ക് അപ്പനോടോ അമ്മയോടോ, അമ്മയ്ക്കോ അപ്പനും മക്കളോടോ, ഭാര്യയ്ക്ക് ഭർത്താവിനോടോ, ഭർത്താവിന് ഭാര്യയോടോ കരുണയില്ലാത്തൊരു ലോകം. കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരോട് കരുണ കാണിക്കാൻ പറ്റുന്നില്ല, കൂടെ ജോലി ചെയ്യുന്നവരോട് കരുണ കാണിക്കാൻ പറ്റുന്നില്ല, കൂടെ കിടന്നുറങ്ങുന്നവരോടും ഒരുമിച്ചൊരു പ്ലേറ്റിൽ കഴിക്കുന്നവരോടും കരുണ കാണിക്കാൻ പറ്റാത്ത ലോകത്തിലേക്ക് ഈ ലോകം മാറിക്കൊണ്ടിരിക്കുമ്പോൾ വേദപുസ്തകത്തിൽ പറയുകയാണ്, നമുക്ക് കൃപാസനത്തോളം അടുത്ത് ചെല്ലാം. കൃപാസനത്തോളം അടുത്ത് ചെന്നാൽ അവിടെ ദൈവസാന്നിധ്യമുണ്ട്, അവിടെ ദൈവശബ്ദമുണ്ട്. ആ ദൈവശബ്ദവും ദൈവസാന്നിധ്യവും നാം അനുഭവിച്ചറിഞ്ഞാലുള്ള അനുഗ്രഹം, അവിടെ നമുക്ക് ഈ ഭൂമി കിട്ടാത്ത കരുണ ആ കൃപാസനത്തിൽ കിട്ടും. കരുണ ലഭിക്കാൻ കഴിയാതെ കരുണ കാണിക്കേണ്ടവർ മാറി നിന്ന് നിന്നെ കുറ്റപ്പെടുത്തുകയും അപമാനിക്കുകയും പരാജയത്തിലേക്ക് തള്ളിവിടാൻ നോക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയാം, ഈ ലോകം നിങ്ങളെ കരുണ കാണിക്കാതെ ഉപേക്ഷിച്ചു എങ്കിൽ ഭാരപ്പെടരുത്. കൃപാസനത്തിൽ നിനക്കൊരു വിടുതലുണ്ട്. അപ്പോൾ തന്നെ തക്ക സമയത്ത് അവിടുന്ന് സഹായം ലഭിക്കും. വേണ്ട സമയത്ത്
എല്ലാം കഴിഞ്ഞതിന് ശേഷമല്ല, തക്ക സമയത്ത്. ഇബ്രായ ലേഖന കർത്താവ് 4 വാക്യത്തിൽ പറയുകയാണ്, അവിടുന്ന് കരുണ ലഭിക്കും, തക്ക സമയത്ത് ദൈവം കാര്യം നടത്തും. തക്ക സമയത്ത്. ആ വാക്യം നിങ്ങൾ നോക്കൂ. കരുണ മാത്രമല്ല, തക്ക സമയത്ത് വഴി തുറക്കും. നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തക്ക സമയത്ത് വഴി തുറക്കും. നിന്റെ ഭർത്താവിന് വേണ്ടി തക്ക സമയത്ത് വഴി തുറക്കും. നിങ്ങളുടെ ആ പൊട്ടി പൊളിഞ്ഞു കിടക്കുന്ന നിന്റെ വീടിന് വേണ്ടി ഈ മഴയത്തും ചോർന്നൊലിച്ച് പാത്രങ്ങൾ നിരത്തി വെച്ച് മുകളിലോട്ട് നോക്കി, കർത്താവെ എനിക്കൊരു വീട് തരണേ, ഈ അവസ്ഥയ്ക്കൊരു മാറ്റം വരുത്തണമേ, എപ്പോഴാ ഇതെല്ലാം ഇടിഞ്ഞു പറഞ്ഞു ഒടിഞ്ഞ് ഞങ്ങളുടെ ദേഹത്ത് വീഴുന്ന അറിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിലവിളിക്കുന്ന ആ സാഹചര്യങ്ങൾക്കകത്ത് രക്തബന്ധങ്ങളോ കൂടപ്പിറപ്പുകളോ സഹോദരങ്ങളോ, നോക്കുക, കൂടെ പഠിച്ചവരും കൂടെ നിന്ന് ആരാധിക്കുന്നവരും കരുണ കാണിക്കാതെ, ക്ഷേമം പോലും അറിയാതെ, അന്വേഷണം നടത്താതെ നിന്നെ മാറ്റി നിർത്തുമ്പോൾ, തക്ക സമയത്ത് നിനക്ക് വേണ്ടി കരുതുവാൻ സ്വർഗത്തിലൊരു അപ്പയുണ്ട്. നിങ്ങളുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്താൻ സ്വർഗത്തിലൊരു അപ്പയുണ്ട്. നിങ്ങളുടെ ഭാരങ്ങൾ അറിയാൻ, നിങ്ങളുടെ വേദന അറിയാൻ, നിങ്ങൾക്ക് വേണ്ടി ചിലത് കരുതി തരാൻ, തക്ക സമയത്ത് കൊച്ചിന്റെ വിവാഹം നടത്താൻ, തക്ക സമയത്ത് കുഞ്ഞിന്റെ പഠനത്തിന് വേണ്ട സാമ്പത്തിക വാതിൽ ഫീസുകൾ അടയ്ക്കാൻ, തക്ക സമയത്ത് ഒരു വീട് തരാൻ, തക്ക സമയത്ത് ജോലി തരാൻ, തക്ക സമയത്ത് നിന്റെ ശരീരത്തിലെ രോഗങ്ങൾക്ക് സൗഖ്യം തരാൻ സ്വർഗത്തിൽ നമുക്കൊരപ്പയുണ്ട്. അതുകൊണ്ട് കരുണ തരാനും തക്ക സമയത്ത് വിടുതൽ തരാനും 3 വാക്യത്തിൽ വായിക്കുന്നു, കൃപ ആമെ പ്രാപിക്കുവാനോ. അപ്പൊ കൃപ എന്ന വാക്കിനർത്ഥം അർഹതയില്ലാത്ത സ്ഥാനത്ത് അർഹതയുള്ള അവസ്ഥയിലേക്ക് നമ്മൾ മാറുന്നതിനെയാ കൃപ എന്ന് പറയുന്നത്. അങ്ങനാണെങ്കിൽ ഈ സമയത്ത് ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇങ്ങോട്ട് നോക്കിക്കേ, ഞാൻ നിങ്ങളോട് ശക്തമായൊരു ദൂത് പറയാം. നിങ്ങളുടെ തലയിൽ കൈവച്ച് പറയുന്ന ദൂത് പോലെ ഞാൻ ഇന്ന് ഈ ചാനലിൽ കൂടെ നിങ്ങളുടെ നോക്കി, നിങ്ങളുടെ മുഖത്ത് നോക്കി ഞാൻ പറയാം, കൃപ ലഭിക്കും എന്ന് പറഞ്ഞാൽ അർഹതയില്ലാത്ത ചിലത് നിന്റെ കുടുംബത്തിൽ കയറി വരും. അർഹതയില്ലാത്ത ചിലത് നിന്റെ തലമുറയിൽ സംഭവിക്കും. അർഹതയില്ലാത്ത ചിലത് നിന്റെ വീടിനകത്ത് ഉത്ഭവിക്കും. കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനമെന്ന് മറിയോട് പറഞ്ഞപ്പോൾ, അവൾ ആ കൃപയ്ക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ, ഗർഭം ധരിച്ചൊരു കുഞ്ഞിനെ പുരുഷൻ അറിയാതെ, പുരുഷൻ തൊടാതെ, നോക്കുക, ആ ഗർഭപാത്രത്തിൽ നോക്കുക, ഒരു കുഞ്ഞുൽപാദിപ്പിക്കപ്പെട്ടത് കൃപ ലഭിച്ചപ്പോഴാണെങ്കിൽ, ആർക്കും അറിയാത്ത ചിലത്, ആരും സ്പർശിച്ചിട്ടില്ലാത്ത, തൊട്ടിട്ടില്ലാത്ത ചിലത്, ആരും ഇതുവരെ കണ്ടിട്ടില്ലാത്ത, കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു മനുഷ്യനും കണ്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യനും കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത അത്രയ്ക്കൊരു അത്ഭുത വിടുതൽ കൃപ കൊണ്ട് നിങ്ങളുടെ വീട്ടിൽ സംഭവിക്കും. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ ഭാരപ്പെടുന്ന ഈ വിഷയത്തിൽ നിങ്ങൾ നിരാശപ്പെടേണ്ട. ഇന്ന് നിങ്ങൾ ഭാരപ്പെടുന്ന ഈ വിഷയത്തിൽ നിങ്ങൾ കലങ്ങണ്ട. നിങ്ങളുടെ ഈ പരിവരുത്ത അവസ്ഥയ്ക്കകത്ത് കരുണ കാണിക്കാനും തക്ക സമയത്ത് പ്രവർത്തിക്കാനും കൃപ ലഭിക്കാനും ആ കൃപാസനത്തോളം നിങ്ങൾ അടുത്ത് ചെന്നാൽ മതി. ആ കൃപാസനത്തോളം നിങ്ങൾ അടുത്ത് ചെന്നാൽ ദൈവം നിങ്ങളുടെ സ്ഥിതികൾക്ക് എന്ത് ചെയ്യും? വ്യത്യാസം വരുത്തും. ഈ കൃപാസനത്തോളം അടുത്ത് ചെല്ലാൻ നമ്മൾ എന്ത് ചെയ്യണം? ഞാനൊരു 5 പോയിന്റ് നിങ്ങൾക്ക് തന്ന് ഞാൻ ഇന്ന് രാവിലെ പ്രാർത്ഥിക്കാം. വാക്യങ്ങൾ റഫറൻസ് ഞാൻ പറയാം. നിങ്ങൾ ബൈബിൾ എടുത്തിട്ട് ഇത് നിങ്ങൾ വായിക്ക്. അതിൽ കൂടെ കർത്താവ് നിങ്ങളോട് സംസാരിക്കും. അർഹതയില്ലാത്ത സ്ഥാനത്ത് നിങ്ങൾ കൃപ ലഭിക്കാനും തക്ക സമയത്ത് നിങ്ങളുടെ കാര്യങ്ങൾക്ക് ക്രമീകരണം ഉണ്ടാകാനും കരുണയില്ലാതെ നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയത്തിൽ ദൈവം നിങ്ങൾ കരുണ കാണിക്കാനും ഈ 3 വിഷയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ ആ കൃപാസനത്തോളം അടുത്ത് ചെല്ലണം എന്ന് ഇവിടെ പറയുന്നെങ്കിൽ, ആ കൃപാസനത്തോളം അടുത്ത് ചെല്ലാൻ നമ്മൾ നടക്കേണ്ട 5 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യമാണ് ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 42-ാമത്തെ വാക്യം. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: യേശു കർത്താവ് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയാണ്. എന്താണ് യേശു പ്രാർത്ഥിച്ചത്? ഗതസമന തോട്ടത്തിൽ യേശു അൻപിമ്പാട് ദൂരത്ത് മാറിയിരുന്ന് ശിഷ്യന്മാരിൽ നിന്ന് ഒഴിഞ്ഞ് പിതാവിന്റെ അടുക്കിലേക്ക് പോയി പറഞ്ഞൊരു പ്രാർത്ഥന വാക്കാണ്. എന്താണ് അവിടെ? കർത്താവേ, അല്ലെങ്കിൽ പിതാവേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം എന്നിൽ എന്ത് ചെയ്യട്ടെ? നിറവേറട്ടെ. നോക്കിക്കേ, ആ കൃപാസനത്തോളം നമുക്ക് അടുത്ത് ചെന്ന് ഈ 3 അനുഗ്രഹങ്ങൾ നമുക്ക് ഉണ്ടാകണമെങ്കിൽ, ആ 3 അനുഗ്രഹം ഞാൻ പറഞ്ഞു എന്തൊക്കെയാ? കരുണ ലഭിക്കാൻ, തക്ക സമയത്ത് കാര്യം നടക്കാൻ, കൃപ ലഭിക്കാൻ. 3 അനുഗ്രഹം.
അത് മൂന്നും നമ്മുടെ ജീവിതത്തിൽ വരണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒന്നാമത്തെ പ്രാർത്ഥന, എൻ്റെ ഹിതം അല്ല, എൻ്റെ ഇഷ്ടമല്ല. എൻ്റെ ഹിതത്തിനും എൻ്റെ ഇഷ്ടത്തിനും എന്നെ നയിക്കാതെ അവിടുത്തെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ. ഗെത്സമനയിൽ യേശു പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കണം. പിടിച്ചു പറിച്ചും മല്ല് പിടിച്ചും ബഹളമുണ്ടാക്കിയും യാവോക്കിന്റെ തീരത്ത് യാക്കോബ് പ്രാർത്ഥിച്ചു തന്നല്ലാതെ അനുഗ്രഹിച്ചല്ലാതെ വിടത്തില്ലെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയല്ല ചെയ്യേണ്ടത്. പുതിയ നിയമത്തിൽ നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം, കർത്താവേ നിന്റെ ഗീതം എന്നിൽ സംഭവിക്കട്ടെ. യേശു കർത്താവ് പിതാവിനോട് പറഞ്ഞു, കഴിയുമെങ്കിൽ ഇതൊന്ന് നീക്കിത്തരണം. പിതാവ് മിണ്ടാതെ മൗനമായപ്പോൾ കർത്താവ് പറയുക, എങ്കിൽ എൻ്റെ ഇഷ്ടമല്ല. ഇന്ന് രാവിലെ ഒന്നാമത്തെ പ്രാർത്ഥന അങ്ങനെ പ്രാർത്ഥിക്കുക, എൻ്റെ ഇഷ്ടത്തിന്, എൻ്റെ താല്പര്യങ്ങൾക്ക്, എൻ്റെ പിടിവാശിക്ക് എന്നിലൊന്നും എൻ്റെ മക്കളിൽ ഒന്നും സംഭവിക്കാതെ അവിടുത്തെ ഗീതം പോലെ ഒരു അനുഗ്രഹം എന്നിൽ വരട്ടെ. അവിടുത്തെ ഗീതം പോലെ ഒരു ജോലി കിട്ടട്ടെ. അവിടുത്തെ ഗീതം പോലെ ഒരു മരുമോൾ എൻ്റെ വീട്ടിൽ വരട്ടെ. അവിടുത്തെ ഗീതം പോലെ എൻ്റെ കടമൊന്ന് മാറട്ടെ. അവിടുത്തെ ഗീതം പോലെ എനിക്കൊരു വീട് കർത്താവ് തരട്ടെ. അങ്ങനെ പ്രാർത്ഥിച്ചു നോക്കിക്കേ. ദൈവത്തിന്റെ ഇഷ്ടം നിറവേറാൻ പ്രാർത്ഥിക്കൂ. കൃപാസനത്തിൽ ചെന്നാൽ ആ 3 അനുഗ്രഹങ്ങൾ കിട്ടും. കൃപാസനത്തോളം അടുത്ത് ചെല്ലാൻ നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന, ഗീതം ദൈവത്തിൻ്റെതാകട്ടെ, എന്റേതൊന്നും പൊങ്ങി വരല്ലേ, എൻ്റെ ഇച്ഛയ്ക്കൊത്ത അനുഗ്രഹം എനിക്ക് വേണ്ട, അവിടുത്തെ ഇച്ഛയ്ക്കൊത്ത് അവിടുത്തെ ഇഷ്ടത്തിനൊത്ത അനുഗ്രഹം എനിക്ക് തരണമേ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. രണ്ടാമത്തെ പ്രാർത്ഥന യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം എടുത്ത് വായിക്കൂ. അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, യേശുവിലൂടെ വഴി എന്ത് ചെയ്യണം? തേടണം. യേശുവിൽ കൂടെ ഒരു വഴി തുറക്കണം. മറ്റാരിലുമല്ല, യേശുവിൽ കൂടെ. മരിച്ചവരും മൺമറഞ്ഞവരും ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും വിശുദ്ധന്മാരെന്ന് പറയുന്ന ആളുകളിൽ കൂടെ അല്ല പ്രിയരെ കൃപാസനത്തോളം അടുത്ത് ചെല്ലേണ്ടത്. യോഹന്നാന്റെ സുവിശേഷം 14:6 പറയുന്നു, യേശുവിൽ കൂടെ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു, എന്നിൽ കൂടെ കടക്കാത്തവൻ കള്ളനും കവർച്ചക്കാരനുമാകുന്നു. അപ്പൊ യേശുവിൽ കൂടെ നമ്മൾ എവിടെ ചെല്ലണം? കൃപാസനത്തിൽ ചെല്ലണം. അടുത്തത് എബ്രായ ലേഖനം 11-ാം അധ്യായം 6-ാം വാക്യമാണ്. ആ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ മൂന്നാമത്തെ വിഷയം, കൃപാസനത്തോളം അടുത്ത് ചെല്ലണമെങ്കിൽ വിശ്വാസം വേണം. വിശ്വാസമില്ലാത്ത ഒരാൾക്ക് കൃപാസനത്തോളം അടുത്ത് ചെല്ലുവാൻ പറ്റില്ല. കൃപാസനത്തോളം അടുത്ത് ചെന്നെങ്കിൽ മാത്രമേ ഒരു വിടുതലുള്ളൂ. ആ വിടുതൽ എങ്ങനെയാണ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ എബ്രായ ലേഖന കർത്താവ് 11-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുകയാണ്, വിശ്വാസത്തോടെ അടുത്തു വരണം. അപ്പോൾ തന്നെ 1 യോഹന്നാന്റെ ലേഖനത്തിൽ നിങ്ങൾ നോക്കൂ, 1-ാം അധ്യായം 9-ാം വാക്യത്തിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് യേശുവിന്റെ അടുക്കൽ ചെല്ലണം. പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കൃപാസനത്തോളം അടുത്ത് ചെല്ലണം. അപ്പോൾ തന്നെ എഫേസ്യ ലേഖനം 3:12 പറയുകയാണ്, ഭയം മാറ്റി പ്രാർത്ഥിക്കണം. ഭയം മാറ്റി പ്രാർത്ഥിക്കണം. ഭയത്തോടെ അല്ല. അബ്ബാ പിതാവേ എന്ന് വിളിക്കാനുള്ള പുത്രത്വത്തിന്റെ ആത്മാവിനെ എനിക്ക് നിനക്ക് തന്നിരിക്കുമ്പോൾ ഭയത്തോടുകൂടെ അല്ല അടുത്ത് ചെല്ലേണ്ടത്. ഫ്രീ ആയിട്ട് നമ്മുടെ സ്വന്തം മാനുഷിക പിതാവിന്റെ അടുക്കൽ നമ്മൾ ഓടിച്ചെല്ലുന്നത് പോലെ ദൈവത്തോട് ഓടിച്ചെന്നിട്ട് ഭയം കൂടാതെ ആ ദൈവത്തോട് അടുത്ത് ചെല്ലണം. അവിടെയാണ് ദൈവ പദ്ധതി വെളിപ്പെടുന്നത്. അങ്ങനെ ഈ 5 കൂട്ടം കാര്യങ്ങൾ ഒന്നുകൂടെ ഞാൻ വേണമെങ്കിൽ പറഞ്ഞു തരാം. ദൈവത്തിന്റെ ഇഷ്ടം നടക്കാൻ പ്രാർത്ഥിച്ച് മുമ്പോട്ട് ചെല്ലുക, വിശ്വാസത്തോടു കൂടെ പ്രാർത്ഥിക്കുക, ക്രിസ്തുവിൽ തന്നെ വഴി കണ്ടെത്തി പ്രാർത്ഥിക്കുക, പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക, ഭയം നീക്കി പ്രാർത്ഥിക്കുക. ഇങ്ങനെ ഒരു പ്രാർത്ഥനയിൽ കൂടെ നമ്മൾ എവിടെ ചെല്ലണം? കുറിവാക്യത്തിൽ എബ്രായ ലേഖനം 4:16 പറഞ്ഞ കൃപാസനത്തോളം നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത് ചെല്ലണം. ഈ 5 നിലയിൽ കൃപാസനത്തോളം നമ്മൾ അടുത്ത് ചെന്നാൽ അവിടെ നമുക്ക് ലഭിക്കുന്ന റിസൾട്ട്, അനുഗ്രഹം, കരുണ ലഭിക്കും, തക്ക സമയത്ത് വിടുതലുണ്ടാകും, സഹായം ലഭിക്കും. അപ്പോൾ തന്നെ കൃപ പ്രാപിക്കാൻ ദൈവം നമുക്ക് ഇടയാകും. പ്രിയപ്പെട്ടവരെ, കൃപാസനത്തോളം അടുത്ത് ചെന്ന, ധൈര്യത്തോടെ അടുത്ത് ചെന്ന, അപ്പാ എന്ന് വിളിച്ച് യേശുവിനെ കെട്ടിപ്പിടിക്കാനുള്ള അനുഗ്രഹം അനുഭവിക്കാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അങ്ങനെ ആ കൃപാസനത്തോളം ചെന്ന് നമ്മുടെ കർത്താവിനെ കെട്ടിപ്പിടിക്കാൻ, ആ കയ്യിലൊന്ന് തൂങ്ങിക്കിടക്കാൻ, ആ മാറോടൊന്ന് ചേർന്നിരിക്കാൻ കർത്താവിനോട് നമുക്ക് കൊതിയോടെ പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥിച്ചാൽ എല്ലാ അനുഗ്രഹങ്ങളും
ആ കൃപാസനത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. എത്രയൊക്കെ സന്തോഷമുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കാര്യങ്ങൾ ദൈവത്തോട് പറ. നിങ്ങളുടെ ആഗ്രഹങ്ങൾ ദൈവത്തോട് പറ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, അങ്ങയുടെ അടുക്കൽ വന്നാൽ ഞങ്ങൾക്ക് കരുണ ലഭിക്കും, തക്ക സമയത്ത് സഹായം ലഭിക്കും, കൃപ ഞങ്ങൾക്കുണ്ടാകും എന്ന് ഞങ്ങളോട് പറഞ്ഞല്ലോ. അങ്ങയുടെ അടുക്കൽ കടന്നു വരാൻ ഞങ്ങൾക്ക് 5 വിധ കാര്യങ്ങൾ ഞങ്ങളെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചല്ലോ. ആകയാൽ കരുണ ലഭിച്ച് അങ്ങയുടെ സന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ച് കർത്താവെ കൃപാസനത്തോളം ധൈര്യത്തോടെ കടന്നു വരാൻ, അപ്പാ പിതാവേ, അപ്പന്റെ അടുക്കൽ വന്ന് ആ പാദോടത്ത് നിന്ന് കിടക്കാൻ, ആ മാറോട് ചാരി ഇരിക്കാൻ, ആ കയ്യിലൊന്ന് കിടക്കാൻ, ആ മുഖത്തൊരു ചുംബനം തരാൻ, ഞങ്ങൾക്കൊരു ചുംബനം തരാൻ ഞങ്ങൾ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ കൃപാസനത്തിലുള്ള സകല അനുഗ്രഹങ്ങളും ഈ സന്ദേശം കേൾക്കുന്നവരുടെ മേൽ വ്യാപരിക്കട്ടെ, ഞങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. കർത്താവെ, ഇന്ന് പകൽ ഈ മക്കളെ അനുഗ്രഹിക്കണം. തക്ക സമയത്ത് സഹായങ്ങൾ ചെയ്തു കൊടുക്കണേ അപ്പ. കരുണ അവർക്ക് കാണിക്കണമേ അപ്പ. ഈ ഭൂമി കരുണ കാണിക്കാതെ, ഈ ഭൂമിയിലുള്ളവർ കരുണ കാണിക്കാതെ ഇരിക്കുമ്പോൾ ദൈവം കരുണ കാണിച്ച് അവരെ വിടുവിക്കണമേ. ഈ സന്ദേശം കേട്ടവരെ ഞാൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനുഗ്രഹമാക്കി തീർക്കണമേ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.